അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് IT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കുറച്ച് ഷോർട്ട് കട്ട് കീസാണ്. കുറച്ച് ഷോർട്ട് കട്ട് കീസ് കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. അവർ MS വേർഡിനകത്തൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് വേർഡ് ഡോക്യുമെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഷോർട്ട് കട്ട് കീസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ട് കീസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഷോർട്ട് കട്ട് കീസിനെ കുറിച്ച് പറയുകയാണ്. അപ്പം കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പിയാണ് കേട്ടോ. കൺട്രോൾ പ്ലസ് സി കോപ്പി. കൺട്രോൾ പ്ലസ് യു അണ്ടർലൈൻ. കൺട്രോൾ പ്ലസ് യു എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ആണ് കേട്ടോ. അതുപോലെ കൺട്രോൾ പ്ലസ് എക്സ് കട്ട്. കൺട്രോൾ പ്ലസ് എക്സ് കട്ട്. കൺട്രോൾ പ്ലസ് ഓ ഓപ്പൺ ഫയൽ കേട്ടോ. കൺട്രോൾ പ്ലസ് ഓ എന്ന് ഓപ്പൺ ഫയൽ. കൺട്രോൾ പ്ലസ് എൽ ലെഫ്റ്റ് അലൈൻമെന്റ്. കൺട്രോൾ പ്ലസ് എൽ ലെഫ്റ്റ് അലൈൻമെന്റ്. കൺട്രോൾ പ്ലസ് ആർ റൈറ്റ് അലൈൻമെന്റ്. കൺട്രോൾ പ്ലസ് ആർ റൈറ്റ് അലൈൻമെന്റ്. കൺട്രോൾ പ്ലസ് ഇസഡ് അണ്ടു. കൺട്രോൾ പ്ലസ് ഇസഡ് അണ്ടു. അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് ഇസഡ് അണ്ടു ആണ്. കൺട്രോൾ പ്ലസ് വി പേസ്റ്റ്. കൺട്രോൾ പ്ലസ് വി പേസ്റ്റ്. അതുപോലെ തന്നെ ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബൈനറി ഡിജിറ്റ് എന്നാൽ 0ഉം 1ഉം ആണെന്ത്? ബൈനറി ഡിജിറ്റ്. 0 and 1 ആർ ദ ബൈനറി ഡിജിറ്റ്സ്. അതുപോലെ തന്നെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ് കേട്ടോ. 1 byte ഈസ് ഈക്വൽ ടു 8 ബിറ്റ്സ്. അതുപോലെ തന്നെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സിന് തുല്യമാണ്. അതുപോലെ തന്നെ 1024 ബൈറ്റ്സ് എന്തിന് തുല്യമാണ്? 1 കിലോ ബൈറ്റ്സിന് തുല്യമാണ്. 1 kilobytes is equal to 1024 bytes. 1 കിലോബൈറ്റ് എന്നാൽ 1024 ബൈറ്റിന് തുല്യമാണ്. അതുപോലെ തന്നെ 1024 കിലോബൈറ്റ് എന്നത് 1 മെഗാബൈറ്റിന് തുല്യമാണ്. 1024 കിലോബൈറ്റ് എന്നത് 1 മെഗാബൈറ്റിന് തുല്യമാണ്. 1 മെഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 കിലോബൈറ്റ്സ്. അതുപോലെ തന്നെ 1024 മെഗാബൈറ്റ്സ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 1 ജിഗാബൈറ്റിന് തുല്യമാണ്. 1 ജിഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 മെഗാബൈറ്റ്സ്. അതുപോലെ തന്നെ 1 ടെറാബൈറ്റ് എന്നത് എന്ത് തുല്യമാണ്? 1 ടെറാബൈറ്റ് എന്നത് 1024 ജിഗാബൈറ്റ്സിന് തുല്യമാണ്. 1 ടെറാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ജിഗാബൈറ്റ്സ്. ഇത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വൈറസുകളെ കുറിച്ച് പറയുകയാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ തകർക്കുന്നതാണ് എന്ത്? വൈറസുകൾ. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ വൈറസുകൾ തകർത്ത് കളയുന്നു. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്രീപ്പറാണ്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ക്രീപ്പറാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ആൻസർ ക്രീപ്പർ. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ക്രീപ്പർ. അതുപോലെ തന്നെ ആദ്യത്തെ മൊബൈൽ വൈറസ് ഏതാണ്? ഏതാണ്? കബീറാണ്. ഫസ്റ്റ് മൊബൈൽ വൈറസ് ആൻസർ കബീർ. ഫസ്റ്റ് മൊബൈൽ വൈറസ് ഏതാണ്? കബീറാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ബ്രെയിനാണ്. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് ആൻസർ ബ്രെയിൻ. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? എൽക്ക
ക്ലോണറാണ്. ഏതാണ്? എൽകാ ക്ലോണറാണ്. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽകാ ക്ലോണർ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ വന്നത്. പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ദീപം ലോ അക്കാഡമിയിലുള്ള LLB എൻട്രൻസ് സ്റ്റുഡൻസ് വീഡിയോ കാണുക. അവരത് കേട്ട് പഠിക്കുക. കേട്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് വീഡിയോ ആർക്കും കാണാവുന്നതാണ്. സ്റ്റുഡൻസിനൊക്കെ കേട്ട് പഠിക്കാവുന്നതാണ്. കേട്ടോ? വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.